എനിക്ക് പിറകിൽ കാണാം. ഞാനിപ്പോൾ നിൽക്കുന്ന മഹാരാജാസ് കോളേജിന്റെ മുൻവശത്താണ്. ഇന്നിപ്പോൾ ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ പെർവേർട്ടിന് വേണ്ടി പാലക്കാട് ഇപ്പോൾ മഞ്ചേശ്വരത്ത് ശവം തൂക്കികളെ നിങ്ങളല്ലേ ബായ് ബായ്, അഭിമന്യുവിനെ കൊന്ന SDPIയോട് വർഗീയതയോട് ഒരു ഘട്ടത്തിലും സന്ധിയില്ല എന്ന SFIയുടെ ഒരു ബാനർ മഹാരാജാസ് കോളേജിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ ബാനർ പ്രത്യക്ഷപ്പെട്ടത്. ഇക്കാര്യത്തിൽ മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യു പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനയായിരുന്ന ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകരാൽ കൊല്ലപ്പെട്ടു എന്നൊരു കേസുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദവും ചർച്ചയും കേരളത്തിൽ നടന്നതാണ്. അന്ന് SDPIയും അതിനകത്ത് വിമർശന വിധേയമായ ഒരു പ്രസ്ഥാനമാണ്. ആ SDPIയും ആണ് അഭിമന്യുവിനെ കൊന്നത്. അതുകൊണ്ട് വർഗീയതയോട് ഒരു ഘട്ടത്തിലും സന്ധിയില്ല എന്ന SDPIയോട് സന്ധിയില്ല എന്നൊരു ബാനറാണ് ഇപ്പോൾ മഹാരാജാസ് കോളേജിന് മുന്നിൽ ഉയർന്നിരിക്കുന്നത്. ഇത് CPMന് കൃത്യമായ ഒരു സന്ദേശമാണ് SFI നൽകുന്നത്. അതായത് SDPIയുമായുള്ള തെരഞ്ഞെടുപ്പ് ധാരണ അല്ലെങ്കിൽ അവരുമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള സഖ്യം ഒരു കാരണവശാലും തങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല എന്നൊരു സന്ദേശം SFI മഹാരാജാസ് കോളേജിലെ SFI എന്നെങ്കിലും ഏറ്റവും മിനിമം പറയാൻ കഴിയും. അവർ ഇപ്പോൾ CPMന് നൽകിയിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ SDPI വിവാദം അവസാനിക്കുന്നില്ല. അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ നിന്ന് CPMനകത്തേക്ക് കൂടി അത് കുറച്ചുകൂടി SFIയിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഈ അവസാന മണിക്കൂറിലെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഷുക്കൂർ, മഹാരാജാസ് പോലെ ഒരു കോളേജിൽ SFIയുടെ ശക്തി കേന്ദ്രമായ ഒരു കോളേജിന് മുന്നിൽ അങ്ങനെ SDPI ബാന്ധവത്തിൽ CPMനെ തുറന്നെതിർത്തുകൊണ്ട് ഒരു ബാനർ വന്നെങ്കിൽ അത് CPM നേതൃത്വത്തെ ഗൗരവതലത്തിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഷുക്കൂർ, ആ ഒരു ബാനറിനപ്പുറത്തേക്ക് SFI നേതാക്കളുടെ ഒരു പ്രതികരണമൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അപ്പോൾ ഈ SDPIയുമായുള്ള ഡീൽ അതിപ്പോൾ SDPI CPMന് പരസ്യമായി പിന്തുണ നൽകും എന്ന് പറയുന്നില്ല എങ്കിൽ കൂടിയും SDPI വോട്ടുകൾ വേണ്ട എന്ന് പറയാൻ ശിവൻകുട്ടിയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥികൾക്കോ നേതാക്കൾക്കോ പറ്റുന്നില്ല. പിണറായി വിജയന് പോലും അത് തുറന്ന് വേണ്ട എന്ന് പറയാൻ കഴിയാത്ത ഒരു അവസ്ഥ അത് SFI നേതാക്കളടക്കം SFI പ്രവർത്തകരടക്കം ആ ഒരു സ്ഥിതി മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ഇതിനെ കാണണം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ബാനറിനപ്പുറത്തേക്ക് SFI പ്രവർത്തകരുടെ ഒരു നേരിട്ടുള്ള പ്രതികരണത്തിലേക്കൊക്കെ ഇത് വരാൻ സാധ്യതയുണ്ടോ ഷുക്കൂർ? CPM SDPI ധാരണ എന്നുള്ളത് കേവലം ഒരു ആരോപണമല്ല, അത് ദേശീയ തലത്തിൽ തന്നെ ഇതിനകം സംഭവിച്ചു കഴിഞ്ഞ ഒരു ധാരണയാണ്. പശ്ചിമ ബംഗാളിലെ സാഗർ ദിഗെ അതുപോലെ തന്നെ ലാൽഗോള മണ്ഡലങ്ങളിൽ SDPI അതുപോലെ തന്നെ CPM പ്രവർത്തകർ അവരുടെ കൊടികൾ പിടിച്ച് ഒരുമിച്ച് പ്രചരണം നടത്തുന്ന ദൃശ്യങ്ങൾ നമുക്കെല്ലാം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാൻ കഴിയും. നൂറുകണക്കിനോ അല്ലെങ്കിൽ ആയിരക്കണക്കിനോ പ്രവർത്തകർ ഒരുമിച്ച് അണിചേർന്ന് അവർ സഖ്യം ചേർന്ന് മത്സരിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. തമിഴ്നാട്ടിലെ നന്നില മണ്ഡലത്തിൽ SDPI മത്സരിക്കുന്നത് CPM CPI DMK കോൺഗ്രസ് സഖ്യത്തിൽ ചേർന്നാണ്. അതുകൊണ്ട് തന്നെ ഈ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊന്നും തന്നെ ഈ സഖ്യത്തെയോ ധാരണയോ നിലവിൽ തള്ളിക്കളയാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ എറണാകുളത്ത് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ നമ്മൾ ഇക്കാര്യം ചോദിച്ചതാണ്. ആ ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പശ്ചിമബംഗാളിലെ കാര്യം പ്രത്യേകം തന്നെ സൂചിപ്പിച്ച് ചോദിച്ചപ്പോൾ വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം പ്രത്യേകം കണ്ട് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അതിനർത്ഥം ഇക്കാര്യത്തിൽ അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത ഒരു ധാരണ ഓൾറെഡി നേരത്തെ തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ SFIയെ സംബന്ധിച്ച് അവർക്ക് അഭിമന്യുവിൻ്റെ കൊലപാതകം സംസ്ഥാനത്ത് വലിയ തോതിൽ അവർ തന്നെയാണ് ചർച്ചയാക്കിയത്. വർഗീയത തുലയട്ടെ എന്നൊരു ടാഗ് ലൈനിൽ വലിയ തോതിൽ SDPIക്കെതിരെ ക്യാമ്പയിൻ നടത്തിയ SFIക്ക് ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അത് സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചെറുതല്ല. അതുതന്നെയാണ് SFIയെ കൊണ്ട് ഇത്തരമൊരു പോസ്റ്റർ എഴുതിച്ചത്. CPMനെ സംബന്ധിച്ച് അതിൻ്റെ ആഭ്യന്തര ബന്ധങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ആഭ്യന്തര സംഘടനാ ശൈലികളും വെച്ചാൽ ഇതിനകത്ത് വലിയ അത്ഭുതമൊന്നും കാണേണ്ടതില്ല. അതിനുള്ള സ്വാതന്ത്ര്യം SFIക്കുണ്ട് എന്ന് തന്നെയാണ് അവർ ആഭ്യന്തരമായി മനസ്സിലാക്കുക. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അത് അത്തരത്തിൽ പറഞ്ഞൊഴിയാൻ കഴിയില്ല. കാരണം അത് കേരളത്തിലെ രാഷ്ട്രീയ സമൂഹത്തിൽ അത് വലിയ ചർച്ചയാകും. SFI കൂടുതൽ വിശദീകരണങ്ങൾ നടത്തും. CPMനും അത് വിശദീകരിക്കേണ്ടി വരും. അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുവരെ അഭിമന്യുവിൻ്റെ വിഷയം SFIയുടെ ഭാഗത്ത് നിന്ന് ഒരു ചർച്ചയായി വന്നിരുന്നില്ല. അതിപ്പോൾ SFI തന്നെ തങ്ങൾക്ക് SDPയുമായുള്ള CPMന്റെ സഖ്യം തങ്ങൾക്ക് യോജിച്ചു പോകാൻ കഴിയുന്നതല്ല എന്നൊരു പരസ്യ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് മഹാരാജാസ് കോളേജ് അഭിമന്യു പഠിച്ച കോളേജിന് മുന്നിൽ അത്തരമൊരു ബാനർ വരുമ്പോൾ അതൊരു രാഷ്ട്രീയ ചർച്ചയായി ഇനിയും കാര്യമായി തന്നെ വികസിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. CPM SDPI ധാരണയെ പരോക്ഷമായി വിമർശിച്ചാണ് മഹാരാജാസ് കോളേജിന് മുന്നിൽ SFIയുടെ ബാനർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അഭിമന്യുവിനെ കൊന്ന SDPIയോട് സന്ധിയില്ല എന്നാണ് ബാനറിൽ ഉള്ളത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ ബാനർ ഉയർന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു.
അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് എന്ന് വെച്ചാൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇങ്ങനെ ഒരു ബാനർ STPയുമായി അഭിമന്യുവിനെ കൊന്ന നാൻ പെറ്റ മകനെ എന്ന് അഭിമന്യുവിൻ്റെ അമ്മ ഉച്ചത്തിൽ അലമുറയിട്ട് കരഞ്ഞ ആ വിലാപം ഓരോ SFI പ്രവർത്തകരുടെയും ഉള്ളിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് STPയുമായി CPM ഡീലുണ്ടാക്കുമ്പോൾ അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന SFI പ്രവർത്തകരുടെ വികാരം തന്നെയാണ് ബാനറിൽ പ്രതിഫലിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനപ്പുറത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് ഈ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും വലിയൊരു ആയുധം കൂടിയായി മാറും ഈ ബാനർ എന്നുള്ളതാണ്. നിലവിൽ STP ഡീലുമായി ബന്ധപ്പെട്ട് വലിയ പോർമുഖം CPMനെതിരെ കോൺഗ്രസും പ്രതിപക്ഷവും തുറന്നിട്ടുണ്ട്. ആ പോർമുഖത്തിന് കുറെ കൂടി ആക്കം പകരുന്ന രീതിയിൽ ഒരു ബാനറാണ് ഇപ്പോൾ മഹാരാജാസ് കോളേജിന്റെ കവാടത്തിന് മുകളിൽ SFIയുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഏതെല്ലാം അർത്ഥത്തിൽ UDFും കോൺഗ്രസും